അപ്പോൾ എന്തായാലും ഇന്ത്യക്കാരുടെ കൈവശമുള്ള ചില്ലറ സ്വർണ്ണമൊന്നുമല്ല, മൊത്തം 27,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് കണക്ക്. റിസർവ് ബാങ്കിന്റെ കൈവശമുള്ള 800-ലധികം ടൺ സ്വർണം റിസർവ് ഇതിന് പുറമെയാണ്. ഇന്ത്യയിലെ സ്വർണ്ണ കണക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശം ആകെ 27,000 ടൺ സ്വർണമുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഓരോ വർഷവും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചു വരികയുമാണ്. 2022 715 ടൺ സ്വർണമാണ് ആഗോള വിപണിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതെങ്കിൽ 2023 അത് 800 ടണ്ണായി വർദ്ധിച്ചു. റിസർവ് ബാങ്കിന്റെ കൈവശം 822 ടൺ സ്വർണമാണ് ആകെയുള്ളത്. ഇതിൽ 308 ടൺ സ്വർണം കറൻസി നോട്ടുകൾക്ക് ഈടായാണ് വച്ചിരിക്കുന്നത്. 514 ടൺ സ്വർണം ബാങ്കിംഗ് വകുപ്പിന്റെ ആസ്തിയായും വച്ചിരിക്കുന്നു. ഇതിൽ 413.9 ടൺ സ്വർണം വിദേശത്തും 100.3 ടൺ സ്വർണം ഇന്ത്യയിലുമാണ് ഉള്ളത്. 200 ടൺ സ്വർണം 15 വർഷം മുൻപ് IMF-ൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയത്. രാജ്യത്തെ ബാങ്കുകളിലും അംഗീകൃത പണമിടപാട് സ്ഥാപനങ്ങളിലുമായി പണയം വച്ചിരിക്കുന്നത് 5,800 ടൺ സ്വർണമാണ്. അനധികൃത പണമിടപാട് സ്ഥാപനങ്ങളിൽ 3,000 ടൺ സ്വർണം വേറെയും പണയത്തിലുണ്ട്. അതായത് ആകെ 8,800 ടൺ സ്വർണം. നിലവിൽ 18 ലക്ഷം കോടി രൂപയുടെ സ്വർണമാണ് പണയത്തിലുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ 13,000 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. പണയ സ്വർണത്തിന്റെ 78% വരെ വായ്പയായി ലഭിക്കും എന്നതിനാൽ സ്വർണ്ണപ്പണയ വിപണി ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വായ്പാ വിപണി 50 ലക്ഷം കോടി രൂപ കടന്നിരിക്കാമെന്നാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24.